എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. രേഷ്മ സജിത് ലൈവ്. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ മലയാളം ബ്ലോഗ് ഞാൻ ഇന്ന് ഇവിടെ തുടങ്ങുന്നു. ഫ്രണ്ട്സ്, ഇന്ന് ഭയങ്കര മഴയുണ്ട്. ഫ്രണ്ട്സ് കാണുന്നില്ല, നല്ല മഴയാണ് ഇവിടെ. ഇപ്പോൾ നേരത്തെ ഇന്ന് ഇത്ര സമയം വെയിലുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എല്ലാം തുണിയൊക്കെ വാഷിലെത്തിയിട്ടുണ്ട്. തുണിയൊക്കെ മടക്കാൻ കുറച്ച് ഉണങ്ങാനെല്ലാം ഒട്ടിയിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, ഇപ്പോഴത്തെ ഇങ്ങനത്തെ കാലാവസ്ഥനെ ആയതുകൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. എപ്പോൾ ഒരു തണുപ്പും ഭയങ്കര ഇതായിരിക്കും. അപ്പോൾ ഭയങ്കര പണിയെടുക്കാനും പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ എല്ലാം ഭയങ്കര നല്ല തണുപ്പും കാര്യങ്ങളെല്ലാം ആയിട്ട് ഇങ്ങനെ. പക്ഷേ എന്നാലും എൻ്റെ വീഡിയോസിൻ്റെ പണികൾ എൻ്റെ റീൽസൊക്കെ ഞാൻ ഇടുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻജോയ് ചെയ്യുന്നുണ്ടോ, ഇഷ്ടപ്പെടുന്നുണ്ടോ? സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വ്ളോഗിനെ അനുസരിച്ചിട്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇപ്പോൾ ഞാൻ കോഫിയും കൊണ്ട് ഇരിക്കുകയും. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് ഓംലേറ്റ് ആക്കി. സോ ഇന്ന് സൺഡേ അല്ലേ, എല്ലാവരും ഫ്രീ ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഞാനും കുറച്ച് 1-2 പണികളിലൊക്കെ എടുത്ത് ബ്രെഡ് ഓംലെറ്റെല്ലാം ഉണ്ടാക്കി, ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി. പിന്നെ ഇന്നെല്ലാത്തെ കറിയൊക്കെ ഉണ്ട്. ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ ഇന്നെല്ലാം ഭയങ്കരമായിട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് ഇങ്ങനെ കുറവാണ് പണി. പരിപ്പ് കറി, പിന്നെ ഓട്ടപ്പയർ വറുത്തതുണ്ട്, പിന്നെ മീനുണ്ടായിരുന്നു, പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ചിക്കനിപ്പോൾ വില വില കുറവാണ്. മീനിനെ കാട്ടി വില കുറഞ്ഞിട്ടില്ല ചിക്കൻ്റെ. കുറച്ച് കാലം മുന്നേ ചിക്കൻ്റെ വില കുറഞ്ഞിരുന്നു. ഇപ്പോൾ ചിക്കൻ വില കൂടുതലായാലും എന്നാലും മീനിനെക്കാട്ടി എത്ര മീനിപ്പോൾ നല്ല 300 മത്തിക്കോ അതിലൊക്കെ നല്ല റേറ്റായിപ്പോൾ. അപ്പോൾ നമ്മൾ പിന്നെ ചിക്കനാക്കി, പിന്നെ മീനും വാങ്ങിയിരുന്നു, ചെമ്മീനൊക്കെ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പപ്പടമൊക്കെ വാട്ടി ഇന്നെല്ലാം കഴിഞ്ഞിരുന്നു. ഇനിയിപ്പോൾ അതെല്ലാം പരിപ്പൊക്കെ കറിയൊക്കെ ഉണ്ട്. പരിപ്പും കായും വരുന്നു വെച്ചിരുന്നത്. പിന്നെ എൻ്റെ മകൻ ഇപ്പോൾ ഓൾവേസ് സ്റ്റഡി ലീവ് നടത്തുകയിന്. അവൻ്റെ ഹാൾ ടിക്കറ്റ് വരാനായി. അപ്പോൾ അവൻ്റെ എക്സാംസ് വരാൻ പോകുന്നുണ്ട്. പിന്നെ വേറൊക്കെ ഇപ്പോൾ നിങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല മഴയാണ്. നിങ്ങൾക്ക് കാണാം, ഭയങ്കര മഴയാണ്. ഫ്രണ്ട്സ്, ഞാൻ കുറച്ച് സ്ലാൻഡിങ് ആയിട്ട് കാണിച്ചു തരാം. മഴേൻ്റെ റിയൽ നിങ്ങൾക്ക് കാണുമെന്നറിയില്ല. ഇതാ നല്ല മഴ, നല്ല കാറ്റും മഴ. സോ ഫ്രണ്ട്സ്, ഇതിനിടയ്ക്ക് ഒരിക്കൽ കാണിച്ചിരുന്നു. പിന്നെ അത് കണ്ണൂർ ഒരു മേലച്ചൊവ്വ ഒരു വീട്ടിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റ് വീണിട്ട് പൊട്ടി. കുറേ തെങ്ങ് ഇലക്ട്രിക് പോസ്റ്റിൻ്റെ ഇടയിൽ എല്ലാം ആയിട്ട് അങ്ങനെ ഒരു നല്ല കാറ്റടിച്ചിട്ട് വീട്ടിൻ്റെ മേലെ വീണു. അപ്പോൾ കണ്ണൂർ സൈഡ് കുറച്ച് കാലാവസ്ഥേൻ്റെ ഒരു ചേഞ്ച് നമുക്ക് പിടി കിട്ടുന്നില്ല. നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഇപ്പം മഴ പെയ്യുന്നില്ല, വരുന്നുണ്ട്. പക്ഷേങ്കിൽ എന്നാലും എന്നാ ഇങ്ങനെ ചേഞ്ചസ് വരുന്നത്, മീൻസ് മൈൻഡ് ഒരു ഇതായിപ്പോകും. പിന്നെ നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ വേഗം എന്നാ വേണ്ടേ, അത് നമുക്കങ്ങനെ വേഗം ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് മാറാനും പിടിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എന്നാൽ നമ്മളെ വീട്ടിൽ ഉണ്ടായിട്ടും നമ്മൾക്ക് സേഫ് വേണ്ടുന്നില്ല. അപ്പോൾ എന്നാലും ഇങ്ങനെയാണ് ഇവിടുത്തെ കാലാവസ്ഥ. ഇത്ര സമയം നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ വെയിലും ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല. ഡ്രസ്സൊക്കെ ഞാൻ മാറ്റി പിന്നെ ഞാൻ ഇനിയിപ്പോൾ കുറച്ച് ഡ്രസ്സ് ഉണങ്ങാൻ ഇനിയും ബാക്കിയത് ആരിടണം. എൻ്റെ ഹസ്ബൻഡ് റെസ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ അവർ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മകൻ പഠിക്കുന്നുണ്ട്.
അപ്പോൾ ഇവരും എൻ്റെ കൂടെ കോഫി എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കി ബാക്കി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ ഉണ്ടാക്കി. ഇപ്പോൾ ഹസ്ബൻഡിന് കാലിൻ്റെ ഇനി ഉണങ്ങാനുണ്ട്, ഉണങ്ങിയിട്ടില്ല, കഴിഞ്ഞ് ഉണങ്ങി വരുന്നത്ര. ഇപ്പോൾ റെസ്റ്റാണ്. ലാസ്റ്റ് ബ്ലോഗിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നു ഒരു കാലായിട്ടിരുന്നു പ്രോബ്ലം. അപ്പോൾ കാലിൽ അധികം അനക്കാൻ പാടില്ലെന്ന് ഡോക്ടർ പ്രത്യേകിച്ചിട്ട് പറഞ്ഞു. പിന്നെ ഹൈറ്റിൽ വെക്കണം. എൻ്റെ ഓരോ ഭയങ്കര നടത്തവും ഭയങ്കര ഓട്ടമാണ്. മീൻസ് ഓരോ പാൽ കമ്പനിക്ക് പണ്ട് ജോലിക്ക് മീൻസ് ഓരോ ഒരു പീടികയിൽ കൊടുത്ത് മറ്റേ പീടികയിലേക്ക് കൊടുക്കാൻ വേണ്ടി ആദ്യം വണ്ടീൻ്റെ അടുത്ത് വന്ന് ആദ്യം കൊടുത്ത് ഇപ്പോൾ എല്ലാം ഇവർ തന്നെ ചെയ്യുന്നു. വേറൊരു എക്സ്ട്രാ ഒരു വ്യക്തി ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാലിനൊരു റെസ്റ്റ് ആവുകയും ചെയ്ത് അപ്പം ഫുൾ 14 ഡേയ്സ് ഇങ്ങനെ റെസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വേഗം കോഫി കുടിച്ച് തീർക്കാം. സോ ഫ്രണ്ട്സ്, ഞാൻ ഇനി എൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ മഴയുണ്ടായതുകൊണ്ട് റൂമിലധികം അല്ലെങ്കിലും നമ്മൾ റൂമിൽ ഇരിക്കുന്നത് കുറവാണ്. കാരണം മീൻസ് കുറച്ച് പുറത്ത് അങ്ങനെ ഇരിക്കുന്ന നമുക്ക് ഇവിടെ 2 റൂമേ ഉള്ളൂ. അപ്പോൾ 2 റൂം ഒരു കിച്ചണാണ്. ഇതാണ് കിച്ചൺ. അപ്പോൾ നല്ല ലോങ് റൂമൊക്കെ ആയതുകൊണ്ട് വേറെ റൂമിൽ നമ്മൾ നോക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കിച്ചണിലെ പാത്രമൊക്കെ കാണാം. ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പ്ലേറ്റ് ഒക്കെ കഴിച്ച് പിന്നെ കുറച്ചും കൂടി പണിയുണ്ട്. ഇത്ര ക്ലീനിങ്ങിൻ്റെ പണി മാത്രമേ ഉള്ളൂ, മറ്റേ കുക്കിങ്ങൊക്കെ റെഡിയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുമല്ല ചെയ്യുന്നു, കുറച്ച് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. മകൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെയാണ് ഫ്രണ്ട്സ്. സോ ഞാൻ ഡ്രസ്സ് ഇങ്ങനെ ഇവിടെ തന്നെ ഇങ്ങനെ ആറിയിടുന്നു. ഇത് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഈ സിസ്റ്റത്തിൽ ഞാൻ ഇവിടെ അകത്ത് ഈ സ്റ്റാൻഡിന് മേലെ ഇട്ടാൽ ഇപ്പോൾ ഇത് കുറച്ച് ഉണങ്ങിയതാണ്. എന്നാലും കുറച്ച് ഹാർഡ് തുണിയൊക്കെ കഴിച്ച തുണിയൊക്കെ അപ്പോൾ അതെല്ലാം ഏകദേശം ഉണങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ ഇട്ടാൽ പിന്നെ ഇനി ആദ്യം ഇന്ന് അലക്കിയാൽ അപ്പോൾ അത് പുറത്തിടാം. എന്തായാലും ഡ്രൈ ആയിട്ടല്ലേ വരും അത്. പക്ഷെ കുറച്ച് നനവ് അധികമായിരിക്കും ഈ തുണിയിലേക്കാണ്. ഇത് ഇന്നലെ അലക്കിയതാ. സൺഡേ വ്ളോഗിൽ ഞാൻ ഇപ്പം വരെ ഞാനിവിടെ നിർത്തുന്നു ഫ്രണ്ട്സ്. സോ ഇനി അടുത്ത വ്ളോഗിലേക്ക് കാണാം. സോ ഞാനിപ്പോൾ എൻ്റെ തുണിക്ക് ആറിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത തുണി വാഷിങ്ങിനെല്ലാം ഇടാൻ ഉണ്ടത്രേ. അപ്പോൾ നമുക്ക് കാണാം ഇനി അടുത്ത വ്ളോഗിൽ. സോ till then, bye, take care, and don't forget to like, share and subscribe my channel. Thank you all of my friends and Malayalam friends.